മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് വഖഫ് നിയമ ഭേദഗതി ബില്ലാണ്. അത് വലിയ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്തുന്നു. നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സഖ്യം വലിയ പ്രതിഷേധം ഉയർത്തുന്നു. ആരോടും ചർച്ച ചെയ്യാതെ ധൃതി പിടിച്ച ഇത്തരത്തിലൊരു ഭേദഗതി ബിൽ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം, അത് സ്വാഭാവികമായും അത് മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു നീക്കമാണ്. അതിൻ്റെ പുറകിലെ ഗൂഢ ഉദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി സംസ്ഥാന വഖഫ് ബോർഡ് യോഗം ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. പ്രതിപക്ഷ എതിർപ്പിനിടെ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ആക്ട് ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണല്ലോ. വിവരങ്ങളുമായി ലതീഷ് ഇപ്പോൾ നമ്മളോട് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നോക്കാം, ഈ വഖഫ് ബോർഡിന്റെ യോഗം ചേരുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അവരെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന്. ലതീഷ്, വഖഫ് ഭേദഗതി ബിൽ വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതാണ്. നമുക്കറിയാം, ഒരു കൂടിയാലോചനകളും ചർച്ചകളും ഇല്ലാതെ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നതിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതിൽ പകൽ പോലെ വ്യക്തമാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇന്ന് വഖഫ് ബോർഡിന്റെ യോഗം ചേരുമ്പോൾ അവർ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഏത് രീതിയിൽ ഇടപെടാനാണ് ഉദ്ദേശിക്കുന്നത്? മനു, സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ഇടപെടൽ ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കാൻ തന്നെയാണ് ഇന്ന് അടിയന്തരമായി ഇത്തരമൊരു യോഗം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കേൾക്കാത്ത സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി ഒരു ബില്ല് അവതരിപ്പിച്ച ശേഷം രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കടുത്ത പ്രതിപക്ഷ വിമർശനത്തെ തുടർന്ന് തന്നെയാണ്. എന്തായാലും അതിലൊരു തീരുമാനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പോലെ നിർണായകമാണ് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടും. വരും നാളുകളിൽ ഇത് നിയമപരമായുള്ള പോരാട്ടത്തിന് വരെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കക്ഷി ചേരാനടക്കമുള്ള ഭരണഘടനാപരമായ സ്ഥാപനം എന്നുള്ള നിലയിൽ സംസ്ഥാന വഖഫ് ബോർഡുകൾക്ക് അതിൽ കക്ഷി ചേരാൻ സാധിക്കും. അതുവഴി നിയമ പോരാട്ടത്തിനുൾപ്പെടെ മുൻകൈയെടുക്കാൻ സംസ്ഥാന വഖഫ് ബോർഡുകൾക്ക് കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കേരളത്തിൻ്റെ വഖഫ് ബോർഡിൻ്റെ തീരുമാനം എന്താണ്, അല്ലെങ്കിൽ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കാനും തന്നെയാണ് ഇന്നത്തെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 11 മണിക്കാണ് കോഴിക്കോട് വഖഫ് ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. ഒപ്പം 1:30 വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനവും നടത്തും. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും സംസ്ഥാന വഖഫ് ബോർഡ് വഖഫ് ഭേദഗതി ബില്ലിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചൊരു അന്തിമ പ്രഖ്യാപനം അല്ലെങ്കിൽ അന്തിമ തീരുമാനം അറിയിക്കുക. മനു, ശരി, ഓക്കെ, താങ്ക് യു ലതീഷ്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബോർഡിന്റെ യോഗം കോഴിക്കോട് ചേരുകയാണ്. നമുക്കറിയാം, വഖഫ് നിയമ ഭേദഗതി ബില്ല് വന്നിട്ടുണ്ട്. അതിപ്പോൾ JPCക്ക്, അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക്, സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നതിനെ തുടർന്നാണ് അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് വിടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തിരക്കിട്ട് ഒരു കൂടിയാലോചനയും ഇല്ലാതെ എന്തിനാണ് ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം നമുക്കറിയാം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. ഏത് തരത്തിൽ ഈ വിഷയത്തിൽ സംസ്ഥാന വഖഫ് ബോർഡിന് എന്ത് ചെയ്യാൻ കഴിയും നിയമപരമായി എന്നതാണ് അവർ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നത്.